നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാ ഇവിടെ നിന്നാണ് ആരംഭിച്ചത്. ഈ 100ാം ദിവസത്തിൽ അതെവിടെയാണ് എത്തി നിൽക്കുന്നത്? വാഹന മോഡിഫിക്കേഷന് അനുമതി നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് ഹൈക്കോടതി. വാഹനങ്ങളിലെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കർശന നടപടിക്ക് കോടതിയുടെ നിർദ്ദേശം. ഒന്നിലേറെ നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ഓരോന്നിനും 5000 രൂപ വീതം ഈടാക്കണമെന്നും കോടതി. വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറിയിട്ട് ഇന്നേക്ക് 100 ദിവസം പൂർത്തിയാവുകയാണ്. 100 ദിവസത്തെ പ്രധാന സംഭവങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും. ഇങ്ങനെയൊരു പേരന്ന് ആദ്യമായിട്ടാണ് മലയാളികൾ കേട്ടത്. 3 പതിറ്റാണ്ട് കാലത്തിൽ അധികമായി കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴൊന്നും വാലറ്റത്ത് മേനോനില്ലായിരുന്നു. മുഖ്യമന്ത്രിയായപ്പോൾ ഇതെവിടുന്ന് വന്നെന്ന് എല്ലാവരും ചോദിച്ചു. അതിന്റെ മറുപടി പിന്നീടുള്ള ദിവസങ്ങളിൽ കാണാൻ സാധിച്ചു. ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ് നിയമപരമായിട്ട് പറയുന്നത്. പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. അതിനെ അധിക്ഷേപിക്കുകയോ അത് ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം തടവ് വരെ കിട്ടുന്ന നിയമമാണെന്ന് പറയുന്നത്. ആദ്യ നിയമസഭയിൽ വന്ദേമാതരം മുഴുവൻ ആലപിക്കാതെ സർക്കാർ വിഷയത്തിൽ നിന്നും തടിതപ്പി. ഒരു തവണ അശ്രദ്ധ കൊണ്ടൊരു തെറ്റുപറ്റി. അത് ഞങ്ങൾ തിരുത്തിയെന്നായിരുന്നു UDFന്റെ വാദം. ഒരു വാദത്തിന് അത് സമ്മതിക്കാമെന്ന് വെച്ചപ്പോ ദാ വരുന്നു അടുത്തത്. ഗവർണർ പറഞ്ഞാൽ ഞങ്ങൾ എന്തും ചെയ്യുമെന്ന വിചിത്ര മറുപടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതിന് നൽകിയ ഉത്തരം. പിന്നീട് അത്തരത്തിലൊരു ഉത്തരവ് ഗവർണർ നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കി. സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന വന്ദേ മാതരത്തിന്റെ പൂർണ്ണ രൂപത്തിന് മൗനാനുവാദം നൽകുന്ന UDF സർക്കാർ തുടർച്ചയായി സംഘപരിവാർ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കാണാൻ സാധിച്ചു. PM ശ്രീ നടപ്പാക്കൽ, വഖഫ് നിയമ ഭേദഗതി, ലൈവ് ഭവനങ്ങളിൽ കേന്ദ്രത്തിന്റെ എംബ്ലം വെക്കുവാനുള്ള തീരുമാനം എന്നിങ്ങനെ നിരവധി സംഭവങ്ങൾ. സർവകലാശാലകളിൽ അധികാര ദുർവിനിയോഗം നടത്തുന്ന ഗവർണറുടെ നടപടിക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇതുവരെയും UDF സർക്കാർ തയ്യാറായിട്ടില്ല. സംഘപരിവാർ അജണ്ടയ്ക്കൊപ്പം നിൽക്കുന്ന UDF സർക്കാരിന്റെ അടുത്ത പ്രത്യേകത യു-ടേണുകളാണ്. PM ശ്രീ അറബിക്കടലിൽ എന്ന് പറയുന്നു, അധികാരത്തിലെത്തിയപ്പോൾ നടപ്പിലാക്കുന്നു. മദ്യനയത്തിലെ LDF തീരുമാനങ്ങളെ ശക്തമായി വിമർശിക്കുന്നു. അധികാരത്തിലെത്തിയപ്പോൾ മദ്യനയം പോലും പ്രഖ്യാപിക്കാതെ വീര്യം കുറഞ്ഞ മദ്യത്തിന് കോർപ്പറേറ്റുകൾക്ക് ഇളവ് നൽകുന്നു. പ്രതിഷേധമുയർന്നപ്പോൾ വീണ്ടും നിലപാട് മാറ്റുന്നു. ധാതുമണൽ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിനെതിരെ ആശങ്ക രേഖപ്പെടുത്തിയ അതേ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ മിനറൽ കോറിഡോർ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. പറഞ്ഞ വാക്ക് നിമിഷ നേരം കൊണ്ട് മാറ്റുന്നത് നിയമസഭയിൽ തന്നെ നമ്മൾ കാണുകയും ചെയ്തു. കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്ന. 100 ദിനത്തിലെ അടുത്ത നേട്ടം നുണകൾക്കാണ്. ടാറ്റ ഗ്രൂപ്പ് കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാൻ കേരളത്തിൽ 10,000 കോടി നിക്ഷേപിക്കുമെന്ന് മുഖ്യമന്ത്രി. അറിഞ്ഞിട്ടേയില്ലെന്ന് ടാറ്റ ഗ്രൂപ്പ്. ഇങ്ങനെ പൊളിഞ്ഞ നുണകൾ എണ്ണാൻ തുടങ്ങിയ അതിനൊരു അവസാനമില്ലാത്തതിനാൽ തൽക്കാലം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിലേറ്റവും അവസാനം പൊളിഞ്ഞ നുണകളിലൊന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിൽ അദാനി ഗ്രൂപ്പിനെ അതൃപ്തി അറിയിച്ചെന്ന മുഖ്യമന്ത്രിയുടെ വാദം കള്ളമാണെന്ന് കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെ ഒരു അതൃപ്തിയെ അറിയിച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വി.ഡി. സതീശൻ സർക്കാരിനെ ആകാശത്തേക്ക് എത്തിച്ച നേട്ടം എന്ന് പറയാൻ സാധിക്കുന്നത് ഹെലികോപ്റ്റർ യാത്രയാണ്. പ്രളയ സമയത്ത് സ്വകാര്യ ആവശ്യത്തിനായി സർക്കാരിന്റെ ഹെലികോപ്റ്റർ എടുത്ത് യാത്ര പോയത്, പിന്നെ നാട്ടുകാർ ദുരിതക്കയത്തിലായപ്പോൾ വിരുന്നുണ്ണാൻ പോയതും ഒരു നേട്ടമായി വേണമെങ്കിൽ പറയാം. സർക്കാർ 100ാം ദിനത്തിലേക്ക് എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും യൂത്ത് കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് ഹുസൈൻ MDMA കേസിൽ പോലീസ് പിടിയിലായി. അതും കോൺഗ്രസ് സർക്കാരിന്റെ ക്രെഡിറ്റ് ആയിരിക്കും. പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതും പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകാത്തതും സർക്കാരിന്റെ നേട്ടം തന്നെയാണ്.
സർക്കാരിന്റെ ഉദ്യോഗസ്ഥരോടുള്ള സമീപനം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഗവൺമെന്റ് മാറി അധികാരത്തിൽ വരുമ്പോൾ ആവശ്യമായ ട്രാൻസ്ഫറുകൾ ഉണ്ടാവും, ഉറപ്പായും ഉണ്ടാവും. ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപാലേഖ, കോഴിക്കോട് സിറ്റി ട്രാഫിക് പോലീസ് ഓഫീസറായിരുന്ന സുബിൻ ലാൽ, വയനാട് ബത്തേരി ട്രൈബൽ ഓഫീസിലെ പട്ടികവർഗക്കാരനായ ഓഫീസ് അറ്റൻഡന്റ് സന്തോഷ്, കണ്ണൂർ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ രാധാമണി. ഇങ്ങനെ നിരവധി ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിന്റെ കണ്ണീരിനും ഉത്തരവാദി സർക്കാർ തന്നെയാണ്. ഉദ്യോഗസ്ഥരുടെ കണ്ണീര് മാത്രമാണോ? കടലിന്റെ മക്കളുടെ കണ്ണീരിനും ആരായിരുന്നു ഉത്തരവാദി? ഇപ്പോ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ? ഓണം എത്തിയപ്പോ സർക്കാരിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? രൂക്ഷമായ ധനപ്രതിസന്ധിയ. ഈ ഓണം എങ്ങനെയാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? എല്ലാ ആവശ്യങ്ങൾക്കും പണം കൊടുത്തു. ഓഹോ, അങ്ങനെയാണോ? അപ്പോ ജനങ്ങൾ തന്നെ പറയട്ടെ. ഗണ്യമായ രീതിയിൽ വില കൂടിയിട്ടുണ്ട്. പഞ്ചസാരയ്ക്ക് ഇപ്പോൾ വന്നിട്ട് നേരത്തെ വാങ്ങുന്നതിനേക്കാളും കിലോയ്ക്ക് ഒരു 6 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 60 രൂപ സവാളയ്ക്കുള്ളിൽ. സാധാരണക്കാരുടെ കാര്യമാണ് എല്ലാം ബുദ്ധിമുട്ട്. സാധനത്തിന് വില കയറണല്ലാതെ ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റൂല. നമ്മളിപ്പോൾ കിലോ ഉണ്ട് 300 വാങ്ങിക്കാൻ. നമ്മളെ പാവങ്ങളല്ലേ, നമ്മളെ കൊണ്ട് ഒന്നും പറ്റൂല. സാധനം ബുദ്ധിമുട്ട് തന്നെ. സോറി, ഒരു കാര്യം ഇതിനിടെ വിട്ടുപോയി. സ്വന്തം പേരിലുള്ള പുനർജന്യ കേസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ തേച്ചു മായ്ച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതും 100 ദിവസത്തെ ഭരണ നേട്ടത്തിൽ ഉൾപ്പെടുമായിരിക്കും.